എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ട് ചക്ക പുഴുങ്ങുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചക്ക ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഒരു ചക്ക 3 ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഇതിനോടൊപ്പം തന്നെ കുരുവും ഇടാവുന്നതാണ്. പക്ഷെ കുരു ചെറുതായിട്ടൊന്ന് അരിഞ്ഞിടണം, എങ്കിലേ ചക്കയോടൊപ്പം വെന്ത് വരികയുള്ളൂ. ഇനി ഈ ചക്കയിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഉപ്പും കുരുമുളകും ചക്കയിൽ നന്നായിട്ട് പിടിക്കത്തക്ക തരത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് ഒരു ബൗള് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. അതും ചക്കയോടൊപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചക്ക എല്ലാ ഭാഗത്തും തേങ്ങയും കുരുമുളകും ഉപ്പും എല്ലാം എത്തത്തക്ക തരത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ചക്ക. ഇനി ഒരു ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ച് വെള്ളം തിളച്ച് ആവി വരണ സമയത്ത്, ആവി വന്നിട്ടുണ്ട്, അതിലേക്ക് ഒരു ഇല വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആദ്യം കുരു ഇട്ട് കൊടുക്കാം. കുരു അടിയിലിടുന്നത് കൊണ്ട് തന്നെ ചക്കയിൽ ഇട്ടിട്ടുള്ള കുരുമുളകും ഉപ്പും എല്ലാം ഈ കുരുവിൽ പിടിച്ചോളും. അതുകൊണ്ടാണ് കുരു അടിയിലിടുകയും ചക്ക മീതെ ഇടുകയും ചെയ്യുമ്പോൾ കുരുവും പാകത്തിനുള്ള വേവാകുകയും ചെയ്യും. ചക്ക മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. വൈകുന്നേരത്തെ ഒരു 4 മണി പലഹാരമായിട്ട് കുട്ടികൾക്ക്, ചക്കയൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് പോലും ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. മൊത്തത്തിൽ ഇപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതെ ഒരു ഇലയും കൂടെ വയ്ക്കുക. അപ്പോൾ ഈ ഇല വാടി ചക്കയും ഇലയുടെയൊക്കെ ഒരു മണവും ടേസ്റ്റും ആകുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലായിരിക്കും. ഇനി അടച്ച് വയ്ക്കുക. ഇത് മീതേക്ക് ആവി പുറത്തേക്ക് വന്നതിന് ശേഷം, ഇപ്പോൾ ഫുൾ ഫ്ലെയിമിൽ സ്റ്റൗ വച്ചിരിക്കുകയാണ്. ഇനി ആവി പുറത്തേക്ക് വന്നതിന് ശേഷം സ്റ്റൗ സിമ്മിലാക്കാം. ഇപ്പോൾ നല്ലപോലെ ആവി പുറത്തേക്ക് വരുന്നുണ്ട്. ഇനി സ്റ്റൗ സിമ്മിലാക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് വച്ചേക്കുമ്പോഴത്തേക്ക് റെഡിയാവും. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇലയെല്ലാം വാടി ചക്ക വെന്തിട്ടുണ്ടോയെന്ന് നോക്കാം. ചക്ക നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫാക്കാവുന്നതാണ്. കുറച്ച് സമയം ഈ ആവിയിൽ തന്നെ വച്ചേക്കുക. അപ്പോഴത്തേക്ക് കുരു നല്ലപോലെ വെന്ത് കിട്ടും. ഒന്ന് തണുത്തതിന് ശേഷം സെർവ് ചെയ്യാൻ എടുക്കാവുന്നതാണ്. ഒരു ടീ ടൈം സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാൻ നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.